കരുതരുത്. ഇതാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. ലാ തജ്അലു ദുആ റസൂൽ, റസൂലുള്ളാഹിന്റെ ദുആയെ നിങ്ങൾ കണക്കാക്കരുത്. കദുആഇ ബഅദികും ബഅദ, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി അല്ലെങ്കിൽ ചിലർക്കെതിരിൽ ദുആ നടത്തുന്നത് പോലെ. ഇത് സന്ദർഭവുമായിട്ട് ഇതിനൊരു യോജിപ്പുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട മര്യാദയാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾ അനുവാദം ചോദിക്കാതെ പുറത്തു പോകരുത്. അങ്ങനെ അനുവാദം ചോദിക്കാതെ പോകുന്ന ആളുകൾക്കെതിരിൽ റസൂലുള്ള എങ്ങാനും ദുആ ചെയ്താൽ അത് നിങ്ങൾ അങ്ങനെ നിസ്സാരമായി കണക്കാക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ മുസ്തജാബുൻ, ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മറ്റാർക്കില്ലാത്തൊരു പ്രത്യേകത റസൂലുള്ളാഹിക്കുള്ളത്. നമ്മൾ സാധാരണ ആരെ കണ്ടാലും പറയുന്നൊരു വാക്കുണ്ട്. എന്താ? എല്ലാവരെ കാണുമ്പോൾ കൈ പിടിച്ചാൽ എന്താ പറയാ? ആദ്യം തന്നെ ഒത്തിരി ചെറിയൊരു താടി നീണ്ട ഒരാളെ കണ്ടാൽ നമുക്കൊരു ബഹുമാനം കൂടിയിട്ടുള്ളൂ. ദ്വാരിക്കണം കേട്ടോ, ദ്വാ ചെയ്യണം കേട്ടോ. ഇത്തിരി നല്ല മനുഷ്യനാണെന്ന് തോന്നിയാൽ നമ്മൾ അപ്പോഴത്തേനും ദ്വാരക്കണം കേട്ടോ, ദ്വാരക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് വളരെ വ്യാപകമാണ്. എന്നാൽ സഹാബത്തിന്റെ അടുക്കൽ ഇത് കാണുക ഒറ്റൊരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹിനോട് സന്ദർഭം കിട്ടിയാൽ ദ്വാരക്കാൻ വേണ്ടി അവർ പറയും. വേറൊരാൾക്കും അങ്ങനെ ഒരു ഹക്കില്ല. സഹാബത്ത് അങ്ങനെ പരസ്പരം ചെയ്തിട്ടില്ല. കാരണം റസൂലുള്ളാഹിന്റെ ദുആ ഉത്തരം ലഭിക്കുന്ന ദുആയാണ് എന്നത് ഉറപ്പാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ഇറക്കണം ട്ടോ. അദ്ദേഹം കൊടുത്ത മറുപടി, മാ അന ബിനബിയ്യിൻ, ഞാൻ നബിയല്ല. നിനക്ക് വേണ്ടി ദുആ ഇറക്കാൻ ഞാൻ നബിയല്ല. സഹാബത്ത് പരസ്പരം അങ്ങനെയാണ് പറഞ്ഞത്. മാ നഹ്നുൽ അംബിയ, ഞങ്ങൾ അമ്പിയാക്കളല്ല എന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണിത്. അങ്ങനെ ഒരാളോടും ദുആ ഇറക്കാൻ വേണ്ടി ആവശ്യപ്പെടലില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഏത് ഗണത്തിലാണ് പെടുക? സ്വർഗത്തിലേക്ക് ഹിസാബും അദാബുമില്ലാതെ കടന്നു പോകുന്ന കുറച്ചാളുകളുണ്ട്. 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകും ഈ ഉമ്മത്തിൽ നിന്ന്. ബിഗൈരി ഹിസാബിൻ വല അദാബ്, വിചാരണ പോലുമില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് വീട്ടിലേക്ക് കയറി. സഹാബത്ത് പരസ്പരം പിന്നെ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചർച്ച. ആരായിരിക്കും അവര്? ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഷിർക്കിലും ഇതിലൊക്കെ ജീവിച്ചു പോന്നിട്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണ്. അവർ ചിലപ്പോ മുസ്ലിമായി തന്നെ ജനിക്കുന്ന ആൾക്കാരായിരിക്കും. ഷിർക്ക് ഒരിക്കലും ചെയ്യാത്തവരായിരിക്കും. ആദ്യം അവര് കാര്യത്തിലെത്തുന്ന എവിടെ? തൗഹീദിന്റെ കാര്യത്തിലാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു വന്നു. അവരുടെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതുമ്മ തന്നെയാണല്ലേ? എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഉലൈകല്ലദീന ലാ യഫ്തർഖൂൻ വലാ യക്തബൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണവർ? ലാ യസ്തർഖൂൻ. ഒന്നാമത് അവരുടെ വസ്ഫ് പറഞ്ഞു തരാം. ഇതാണ്, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. എന്താ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ? ദുആയാണ് മന്ത്രിക്കല്. ഇസ്തിർഖാ എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്. വേറൊരാളോട് പോയിട്ട് എനിക്ക് മന്ത്രിച്ചേരാന്ന് പറഞ്ഞാൽ എപ്പോഴാ? വഖീല മൻ റാഖ് കല്ല ഇദാ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. ഏതാണ് സന്ദർഭം? മരിക്കാൻ കിടക്കുന്ന നേരാണ്. മരണം ഇങ്ങനെ മുന്നിൽ കാണുന്ന നേരത്ത് മനുഷ്യൻ ആവശ്യപ്പെട്ടു പോകും, വക്കീല മൻ റാഖ്, എനിക്ക് മന്ത്രിച്ചു തരാൻ ആരുമില്ലേ? വല്ലാതെ പ്രയാസം വന്ന് അവനവന് മന്ത്രിക്കാൻ കഴിയാത്ത, ദുആ ചെയ്യാൻ കഴിയാത്ത ഒരു സന്ദർഭം വരുമ്പോഴാണ് ആരെങ്കിലും ഒരു ദുആയെങ്കിലും അപ്പോഴാണ് അന്വേഷിക്കുക. അത്രയും ഇടങ്ങേറ് പിടിക്കുന്ന സമയത്താണ്. ഇടങ്ങേറിൽ കിടക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ള ദുആ
ആ സമയത്ത് പോലും വല യസ്തർഖൂൻ, മറ്റൊരാളോട് ഇസ്തിർഖാ നടത്തൂല. അവര് വേറൊരാളോട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്തിട്ടാ, എനിക്കൊന്ന് മന്ത്രിച്ചതാന്ന് എന്ത് ദുരിതം വന്നാലും അവര് പറയില്ല. അവര് നേരെ അള്ളാന്റെ അടുക്കൽക്കാ. വഅല റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിന്റെ അടുക്കലേക്ക് മാത്രം തിരിയുന്നവരാണ്. ഈ ഹദീസ് ഇതുപോലെ ചെയ്യുന്ന, മറ്റൊരാളോട് ദുആ ചോദിക്കുന്ന തൗഹീദിന്റെ കമാലിനാണ് അത് നഷ്ടം വരുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ലാ തസ്അലുൻ നാസ ശൈആ, ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത് എന്നാണ്. ആ ഒന്നും ചോദിക്കരുത് എന്നുള്ള ഗണത്തിൽപ്പെട്ടത് തന്നെയാണ് ദുആയിരക്കാൻ ചോദിക്കലും. സഹാബത്ത് അതിലാണത് കണ്ടിരുന്നത്. അവരൊരിക്കലും പരസ്പരം ഇങ്ങനെ ഒരാളോട് ദുആ ചെയ്യട്ടോ എന്ന് പറഞ്ഞെടുക്കാറില്ല. പിന്നെ ഇത് പറയുമ്പോ ചിലര് അപ്പൊ ഇങ്ങനെ ആദ്യം ആലോചിക്കും, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പോകുമ്പോ പറഞ്ഞില്ലേ, യാ ഉഖൈ ലാ തൻസാനി ഫി ദുആഇക്, എന്റെ സഹോദര നിന്റെ ദുആയിൽ എന്നെ മറക്കരുതിട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എന്ന്. അത് ദുർബലമാണ്, ലഈഫായ ഹദീസാണ്, ഹുജ്ജത്തിന് നിലനിൽക്കാത്തതാണ് ആ പറഞ്ഞ ഹദീസ്, ലഈഫാണ്. ആകെവർക്ക് തെരഞ്ഞാൽ കിട്ടുന്നത് അങ്ങനത്തതാണ്. അല്ലെങ്കിൽ പിന്നെ പറയും സ്വഹീഹായതാണ്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതെന്തർത്ഥത്തിലാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാതെ പറയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അത് സുദീർഘമായി വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരുമകൻ ദർദ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചിട്ടുള്ള അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരുമകനായ സഫ്വാൻ ഇബ്നു അബ്ദില്ല, അദ്ദേഹം ഒരിക്കൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനെയും കുടുംബത്തെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ആ സമയത്ത് അബൂദർദ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇല്ല. ഉമ്മുദ്ദർദ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മുദ്ദർദ റളിയല്ലാഹു തആല അൻഹയുണ്ട്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു, ഇത്തവണ നീ ഹജ്ജിന് പോകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ഖൈറിന് വേണ്ടി നീ ദുആ ചെയ്തോ, ഞങ്ങൾക്ക് ഖൈറിന് വേണ്ടി നീ ദുആ ചെയ്തോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ദുആഉൽ മർഇ അലാ ളഹ്റിൽ ഗൈബി മുസ്തജാബുൻ വഅലാ റഅസിഹി മലക്കുൻ യഖൂൽ ആമീൻ വലക മിസ്ൽ വലക ബിമിസ്ൽ. ഒരാൾ തന്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന ദുആ ഉത്തരം ലഭിക്കുന്നതാണ്. ആ ദുആ ചെയ്യുമ്പോൾ അവന്റെ തലഭാഗത്തൊരു മലക്കുണ്ട്, ആ ദുആ കേൾപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട്. ആ മലക്ക് പറയും, ആമീൻ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. ഏത് കാര്യത്തിനാണോ നിന്റെ സഹോദരന് വേണ്ടി അവനില്ലാത്ത നേരത്ത്, അവൻ കാണാത്തറിയാത്ത നേരത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്തത്, ഒരാൾ തന്റെ സഹോദരന് വേണ്ടി അവന്റെ ഗൈബിൽ, അവന്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത് സഅദി റഹ്മഹുല്ല പറയാറുള്ളത് പോലെ ഒരാൾക്ക് അയാളോടുള്ള മറ്റൊരാളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളാണ്. നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ, സ്നേഹമുണ്ട് എന്ന് പറയും. സ്നേഹം എന്ന് പറയുന്നത് മുന്നിൽ കാണുമ്പോ ഉള്ള 70mm ചിരിയല്ല, പതപ്പിച്ചാൽ പതയുന്ന സോപ്പല്ല. ശരിയായ സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴാണ്? എല്ലാത്തിനും അതിന്റെ ഒരു റൂട്ടുണ്ട്, അടിസ്ഥാനമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. എപ്പോഴാണ് നമുക്കത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവരുന്നത്? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ തിരയേണ്ടത്. ഇഖ്ലാസ് നമ്മൾ തിരയേണ്ടത് അവിടെയാണ്. അപ്പൊ നമ്മൾ പലരെയും സഹായിക്കും.
ഒരിക്കലും എനിക്ക് ഇങ്ങോട്ടൊരു സഹായം തിരിച്ചു ചെയ്യാൻ കഴിയാതെ ആ അവസ്ഥയിലായി നിൽക്കുന്ന ഒരാളെ ഞാൻ സഹായിക്കുമ്പോ അത് നമുക്ക് ഇഖ്ലാസ് ഉണ്ടാക്കി തരുന്ന, നിലനിർത്തി തരുന്ന ഒരു സഹായമായിരിക്കും. പലരെയും നമ്മൾ സഹായിക്കുമ്പോ ആദ്യം തന്നെ എപ്പോഴാണ് നമുക്കൊക്കെ ഒരു സഹായം ആവശ്യമായി വരാന്നറിയില്ലല്ലോ, അത് പറഞ്ഞിട്ടെ സഹായിക്കല്. നമുക്കപ്പൊ ഇങ്ങോട്ടൊരു സഹായം ആവശ്യം വരല്, അവിടെ നിന്ന് ഇങ്ങോട്ട്. അത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ആ ജസാ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് കൊടുത്ത ഇങ്ങോട്ട് കിട്ടണം. ആ ജസാ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ. പോരാ, പറ്റില്ല. നേരെ മറിച്ച് എവിടെയാണ് ഇങ്ങോട്ടിനി എണീറ്റ് വന്നൊരു സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് 100% നമുക്ക് ഉറപ്പുള്ള ആളുകളെ പോയിട്ട് സഹായിച്ചു നോക്കി. അതാണ് സഹായം. അവിടെ നമുക്ക് ഇഖ്ലാസ് കണ്ടെത്താം. എന്നതുപോലെ ദുആ ചെയ്യാന്നുള്ളത് അവൻ കാണാത്ത, അവൻ അറിയാത്ത നേരത്ത്, അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്ന സമയത്ത്, രാത്രിയുടെ അന്ത്യയാമത്തിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമ്പോ തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെപ്പോലെ ആ സഹോദരനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് വേറെ അടയാളം വേറല്ല. അതാണ് സ്നേഹത്തിന്റെ അടയാളം. അതുകൊണ്ട് അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാറുണ്ട്, ഈ ഹദീസ് ഉമ്മുദർദാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ വീണ്ടും അബൂദർദാനെ കാണുന്നുണ്ട് സഫ്വാൻ. ആ സമയത്ത് അബൂദർദാവും പറഞ്ഞു കൊടുത്തു, ഹജ്ജിന് പോകണ്ടല്ലേ, എന്നാ ഞങ്ങൾക്ക് വേണ്ടി ഖൈറിന് ദുആ ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ടി ഖൈറിന് ദുആ ചെയ്താൽ നിനക്ക് കിട്ടും എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാ, ആ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്ത്, ഒരാളുടെ ഗൈബിൽ, ഒരാളില്ലാത്ത അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ നിന്റെ തലപ്പത്തൊരു മലക്കുണ്ട്, ആ മലക്ക് നിനക്ക് വേണ്ടി ആമീൻ പറയുകയും നിനക്കും തത്തുല്യമായത് കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യൂട്ടോ എന്നത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ആ വാക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കണട്ടോ എന്നുള്ള ഈ ഇറക്കാൻ വേണ്ടിയിട്ടല്ല. അത് ആ സന്ദർഭത്തിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് ആ ഫഹ്മ് നേരെയാകാത്തൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അതും ദുആ ഇറക്കട്ടോ എന്ന് പറയാനുള്ള തെളിവാക്കി നടക്കുന്നത്. അതിലും തെളിവില്ല. നേരെ മറിച്ച് സഹാബത്തിന്റെ നടപടിക്രമം, ഈ ഹദീസുകൾ അറിയാവുന്ന സഹാബത്ത് എങ്ങനെയാണ് അവരിൽ ഒരാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോടോ, ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിനോടോ ഒരാളോടും പോയിട്ട് ഒരിക്കൽ പോലും എനിക്ക് ദുആ ഇറക്കണമെന്ന് പറഞ്ഞ ഒറ്റ റിവായത്ത് കാണാൻ കഴിയില്ല. പിന്നെ കാണും എവിടെയെന്നറിയോ, ഇത്രയും ഫളൽ ഇല്ലാത്ത ഒരാളോട് മാത്രമാണ് അവർ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖിനോട്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ഒരിക്കലെങ്കിലും പോയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യട്ടോ എന്ന് പറഞ്ഞ റിവായത്ത് നമ്മൾ കണ്ടിട്ടില്ല. നേരെ മറിച്ച് സഹാബി അല്ലാത്ത, അദ്ദേഹം സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, താബഈങ്ങളിലാണ് എണ്ണപ്പെടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിരുന്നു, നബിയെ കണ്ടിട്ടില്ല. ആരാണത്? ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലാഹ് വറദിയ അൻഹു. ഉവൈസുൽ ഖർനി യമൻകാരനാണ്. അദ്ദേഹത്തിന് നബിയെ കാണാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. നബിയിൽ വിശ്വസിച്ച, നബിയുള്ള നേരത്ത് തന്നെ നബിയിൽ വിശ്വസിച്ച മുഅ്മിനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ സയ്യിദ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുക. നബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാര്യം സ്വഹാബത്തിന് ഇങ്ങോട്ട് അറിയിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ അടയാളം പറഞ്ഞു കൊടുത്തിട്ട്, ഉവൈസ് വെള്ളപ്പാണ്ട് ബാധിച്ചിട്ട് അദ്ദേഹത്തിന് മുഴുവനും മാറി ഒരൊറ്റ സ്ഥലം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പെരടിയുടെ ഭാഗത്ത് ഒരു 20 പൈസ നമ്മൾ അറിയില്ല, 20 പൈസന്റെ അടയാളത്തിൽ ഒരു ചെറിയൊരു ഒരു പൈസന്റെ അടയാളത്തിൽ ചെറിയ ഒരു ഭാഗം മാത്രം ബാക്കിയുണ്ട്. അങ്ങനെ അടയാളം പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തോട് അള്ളാഹുവിനോട് പൊറുക്കലിനെ പുറത്തു തരാൻ വേണ്ടി തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടു, ഇസ്തിഗ്ഫാർ ആവശ്യപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. എന്താ പ്രത്യേകത? അദ്ദേഹത്തിലുള്ള പ്രത്യേകത, കാന ബാറൻ ലി ഉമ്മിഹി,
അദ്ദേഹം ഉമ്മാനോട് അത്രത്തോളം സ്നേഹവും കടപ്പാടും മര്യാദയും ഉമ്മാക്ക് നന്മ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ്. ബാർറം ബിവാലിദി. അത് ചില്ലറ കാര്യമല്ല. ഉമ്മാനെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽക്ക് അദ്ദേഹത്തിന് വരാൻ പോലും കഴിയാതിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വേണ്ടി ആളുകൾ വരുമ്പോ, യമൻകാർ വരുമ്പോ ഓരോരുത്തരെയും ഓരോ സമയത്തും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഒരിക്കൽ അറഫയിൽ വെച്ചിട്ട് എല്ലാവരെയും ഒന്ന് പരിശോധിച്ചു അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇരിക്കണം, യമൻകാരൊഴിച്ച്. യമൻകാർ നിന്നപ്പോ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഇരിക്കണം, ഇന്ന ഗോത്രം ഒഴിച്ച്, കർണുകാരൊഴിച്ച്. കർണുകാർ മാത്രമാ കുറച്ച് ആൾക്കാർ ബാക്കിയായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉവൈസ് എന്ന് ചോദിച്ചു. അപ്പൊ ഇവരെല്ലാരും പരസ്പരം നോക്കി. ഉവൈസിനാണോ ചോദിക്കുന്നത്? ഉണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഒട്ടകമൊക്കെ നോക്കി കാവലിക്കുന്ന ഒരാളാ. ഞങ്ങളെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിഗണന ഒന്നും ഇല്ലാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ വില ഇവർക്കാർക്കും അറിയില്ല. അത് കേട്ട സഹാബത്തിനല്ലേ അറിയുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് പോയി. അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നിട്ട് അടയാളം നോക്കി, അടയാളമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇതാണ് സാലിഹീങ്ങളുടെ പ്രത്യേകത എന്നാണ്. അദ്ദേഹത്തോട് ചെന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും പിന്നെ ആരാണ് നീ എന്ന് ചോദിച്ചു. ഞാൻ അബ്ദുള്ള, ഞാൻ അള്ളാന്റെ ഒരു അടിമയാണ്. വയസ്സൊന്നുമില്ല. എന്താണ് നിനക്ക് പിന്നെ ഉമ്മമ്പാപ്പേട്ട പേര് ചോദിച്ചു. അങ്ങനെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ അബ്ദുള്ള ഉമർ, ഞാൻ അള്ളാന്റെ അടിമയായ ഉമറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ചോദിച്ചു, നിന്നെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിന്നെ എത്തിക്കേണ്ടത്? പറഞ്ഞു, എന്നെ വിട്ടാ മതി, എന്റെ വഴിക്ക് ഞാൻ പോയിക്കോളൂ. ഇവിടെ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിന് എന്തൊക്കെ കെട്ടിപ്പൊക്കും. രണ്ടാമത് അദ്ദേഹത്തെ തെരഞ്ഞ ആളെ വിട്ടു, അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടു. വേറൊരാൾക്ക് അദ്ദേഹം പിടുത്തം കൊടുത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയുമ്പോഴത്തേനും അവര് പിന്നെ അവരെ തടി കാക്കാൻ വേണ്ടി നോക്കുകയാണ്. എങ്ങനെ തന്റെ ഖലാസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇടണ്ടോ അവിടുന്ന് മണ്ടിക്കൈച്ചിലാകാൻ നോക്കുകയാണ് അവർ ചെയ്യാം. അതൊന്നും വേഗം രക്ഷപ്പെട്ടു. അതാണ് ഉവൈസുൽ ഖർനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ പോയി തെരഞ്ഞു പിടിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നാവശ്യപ്പെട്ടത്. അത് ഇസ്തിസ്നാ ആണ്. അല്ലാതെ പരസ്പരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ് എന്നാവശ്യപ്പെട്ട് നടക്കുന്ന രീതിയില്ല. കാരണം നമ്മൾ ഒരാളുടെയും ദുആക്ക് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മളെല്ലാവരുടെയും ദുആ ഒരേപോലെ തന്നെ. അതിലാർക്കാണോ അവനവന്റെ കാര്യത്തിൽ ഇഖ്ലാസ് ഉള്ളത്, അതേപോലെ തന്നെ മുസ്തജാബായ സ്ഥലങ്ങളും സന്ദർഭങ്ങളും സമയവും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്ഥലവും സന്ദർഭവും സമയത്തിനൊക്കെ അനുസരിച്ച് ആര് ദുആ ചെയ്താലും ഒരുപോലെ തന്നെയുള്ളൂ പരിഗണന. അതുകൊണ്ട് നമ്മളെ കാര്യം പറയാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ. അതൊരു മൊയ്ലിയേരെയും കൈമടക്കൂർത്ത് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവനവന്റെ കാര്യം അവനാൻ തന്നെ പറയലാണ്. പിന്നെ അതിന് ഏറ്റവും നല്ല സമയവും സന്ദർഭവും ത്വാഅത്തിലായിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളതിന്റെ നമ്മൾ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്ക പോയിട്ട് ഒരാൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ആവശ്യപ്പെടാൻ പാടില്ല. അതാവശ്യപ്പെടാൻ പാടുമില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരിൽ ദുആ ചെയ്യുന്നത് സൂക്ഷിക്കണം. ലാ തജ്അലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരിൽ ശപിച്ചുകൊണ്ടൊരു ദുആ ചെയ്യുന്നത് നിങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്കെതിരിൽ ദുആ നടത്തുന്നത് പോലെ കരുതണ്ട. അത് നിങ്ങളെ നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യുകട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കോപം വാങ്ങി
അദ്ദേഹം നിങ്ങൾക്കെതിരിൽ ദുആ ചെയ്യുന്നതിന് പാത്രമായി തീരുന്നൊരവസ്ഥ വരരുത്. ഇതിന്റെ മൂന്നാമത്തെ വ്യാഖ്യാനമാണ്. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. അത് സന്ദർഭവുമായി ബന്ധപ്പെട്ട് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയിരിക്കുന്ന സദസ്സുകളിൽ അല്ലെങ്കിൽ ഖുത്ബയുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിക്കാതെ പോയി കളയരുത്. അങ്ങനെ പോയാൽ നിങ്ങൾക്കെതിരെ റസൂലുള്ള ദുആ ചെയ്യാൻ കാരണമായേക്കും. ആ ദുആ അള്ളാഹു ഉത്തരം നൽകിയേക്കും. അല്ലാതെ നമ്മൾ പരസ്പരം പലരുണ്ട് മിണ്ടിയ ശാപപ്രാർത്ഥന നടത്തുന്ന ആൾക്കാർ. അത് സൂക്ഷിക്കണം, വളരെ ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണുമ്പോഴേക്കും ശപിച്ച് ദുആ ചെയ്ത് കളയും. ശപിക്കരുത്. ലൈസൽ മുഅ്മിനു ലആൻ ബിലആൻ. ഒരു മുഅ്മിൻ ഒരിക്കലും ലആനല്ല, എന്തിനും മുൻപേ ശപിക്കുക. നശിച്ച് നാറാണക്കല്ലെടുക്കട്ടെ. വളരെ സിമ്പിളാണ് നമ്മൾ ആൾക്കാർക്ക് ഈ ജാതി വാക്കുകൾ. തല തെറിച്ചു പോട്ടെ, മക്കളെ തല തെറിച്ചു പോട്ടെ, നീയൊന്നും ഒരിക്കലും നന്നാവൂലടാ. ഈ ജാതി വാക്കുകൾ, ശാപപ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്വാളിറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. എന്താണതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ യക്ഫുർന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയക്ഫുർന ബില്ലാഹ്, സ്ത്രീകൾ അധികവും അള്ളാഹനെ നിഷേധിച്ചിട്ടുള്ള കാഫിറാത്തുകളാണോ എന്ന് ചോദിച്ചു. ല ബൽ യക്ഫുർനൽ അഷീർ,